പീറ്റ് ബാസ്കറ്റ്ബോൾ കളിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. കുറച്ച് ദിവസമായി അവനാകെ വ്യത്യാസമായിട്ടാണ് പെരുമാറുന്നത്. എന്താ കാര്യമെന്ന് നിനക്കറിയാമോ എന്ന് കാത ചായയോട് ചോദിക്കുന്നുണ്ടെങ്കിലും അറിയില്ല എന്നാണ് അവളും പറയുന്നത്. ഈ സമയത്ത് ക്യൂവും അവളുടെ ഫ്രണ്ട് പായും അതിലൂടെ നടന്നു പോകുന്നുണ്ട്. ഇത് കാണുന്നതും മുമ്പത്തേതുപോലെ തന്നെ പീറ്റ് ബോൾ എടുത്ത് അവളുടെ നേരെ എറിയുവാണ്. ക്യൂ അവനെ കാണുന്നുണ്ടെങ്കിലും കാണാത്തതുപോലെ പോകുന്നത് കാണുമ്പോൾ വിഷമം കൊണ്ട് പീറ്റ് വീണ്ടും വീണ്ടും ബോൾ എടുത്ത് എറിയുന്നുണ്ടെങ്കിലും ക്യൂ അവനെ ഒന്ന് നോക്കുന്നു പോലുമില്ല. ഇത് കാണുമ്പോൾ തന്നെ ക്രിസിന് കാര്യം മനസ്സിലാകുന്നുണ്ട്. പീറ്റ് ഇതുവരെയും ആരെയും മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. അവൻ്റെ ഈ ചേഞ്ചിൻ്റെ കാരണം എനിക്കിപ്പോഴാണ് മനസ്സിലായതെന്ന് അവൻ പറയുന്നത് കേൾക്കുന്നതും ചായക്ക് ദേഷ്യം വരുന്നുണ്ട്. ആ പെണ്ണുമായി നിനക്കെന്താ കുഴപ്പമെന്നൊക്കെ അവൾ പീറ്റിനോട് ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നുമില്ല എന്ന് പറഞ്ഞ് പീറ്റ് ഒഴിഞ്ഞു മാറുവാണ്. നിനക്ക് ആ പീറ്റിൻ്റെ മുഖത്ത് നോക്കി രണ്ടെണ്ണം പറഞ്ഞുകൂടായിരുന്നോ എന്നൊക്കെ പാഖ്യോവിനോട് പറയുന്നുണ്ടെങ്കിലും എനിക്കിനി അവൻ്റെ മുഖം തന്നെ കാണേണ്ട എന്നാണ് ക്യൂ അവളോട് പറയുന്നത്. അവരിങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ക്രിസ് അവരുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് അവൻ പറയുമ്പോൾ നിന്റെ ഫ്രണ്ടിനെ കുറിച്ചാണെങ്കിൽ എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് ക്യൂ പോകാൻ നിൽക്കുന്നതും ക്രിസ് അവരെ തടഞ്ഞു നിർത്തുവാണ്. ഞാൻ മാർക്കിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നത്, പക്ഷേ എന്തു പറ്റി? പീറ്റിനോട് വീണ്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്നവൻ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവനെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് അവൾ ക്രിസിനോട് പറയുന്നത്. ഇതേ സമയം ഹോസ്പിറ്റലിൽ പീറ്റിൻ്റെ അച്ഛൻ വർക്കൊക്കെ മാറ്റിവെച്ച് ക്യൂവിൻ്റെ അമ്മയുടെ കൂടെ തന്നെ ഇരിക്കുവാണ്. അവർ കണ്ണു തുറക്കുന്നതും ക്യൂവിനെയാണ് അന്വേഷിക്കുന്നത്. ക്യൂവിനോട് അവളുടെ അച്ഛൻ മരിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ ഇനി എനിക്ക് സത്യം പറയണം. അവളുടെ അച്ഛൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അവളോട് പറയണമെന്ന് അവർ പറയുമ്പോൾ പീറ്റിൻ്റെ അച്ഛന് സന്തോഷമാകുവാണ്. യഥാർത്ഥത്തിൽ ക്യൂവിൻ്റെ അച്ഛൻ പീറ്റിൻ്റെ അച്ഛനാണ്. അതായത് ക്യൂവും പീറ്റും ഒരേ അച്ഛൻ്റെ മക്കളാണ്. അതുകൊണ്ടാണ് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പീറ്റിൻ്റെ അച്ഛനെ കണ്ടപ്പോൾ അവളുടെ അമ്മയുടെ ഫേസ് ആകെ മാറിയത്. ഇപ്പോൾ അവർ തന്നെ ആ കാര്യം ക്യൂവിനോട് പറയാമെന്ന് പറയുമ്പോൾ പീറ്റിൻ്റെ അച്ഛന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഇങ്ങനെയൊരു കള്ളം പറഞ്ഞതിന് അവൾ ഒരിക്കലും എന്നോട് ക്ഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ക്യൂവിൻ്റെ അമ്മ കരയുവാണ്. അച്ഛൻ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അവളുടെ ആരോഗ്യനില ആകെ വഷളാകുവാണ്. നീ ഇവൻ്റെ കൂടെ വർക്ക് ചെയ്താൽ പീറ്റിനെ കൊണ്ടുള്ള ശല്യം നിനക്ക് കൂടുകയേ ഉള്ളൂ എന്ന് ക്യൂവിനോട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നതും പീറ്റ് അങ്ങനെ എൻ്റെ കഫേയിലേക്കൊന്നും വരാറില്ല, അതുകൊണ്ട് അവനെ കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്ന് പേടിക്കണ്ട എന്ന് ക്രിസ് പറയുമ്പോൾ ക്യൂ എന്തോ പറയാൻ വരുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അമ്മയ്ക്ക് തീരെ സുഖമില്ല എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും അവൾക്കൊരു കോൾ വരുവാണ്. അവൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുന്നതും ക്രിസ് അവരെ കൊണ്ടാക്കാമെന്ന് പറയുമ്പോൾ ക്യൂവും പായും ക്രിസിൻ്റെ കൂടെ പോകുവാണ്. ക്രിസിൻ്റെ കൂടെ അവർ പോകുന്നത് പീറ്റും കാണുന്നുണ്ട്. അത് കാണുന്നതും അവൻ അവരുടെ പിന്നാലെ പോകുവാണ്. ക്യൂവിൻ്റെ അമ്മ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണുള്ളത്. രക്ഷപ്പെടാൻ വളരെ ചാൻസ് കുറവാണെന്നൊക്കെ ഡോക്ടർ പീറ്റിൻ്റെ അച്ഛനോട് പറയുമ്പോഴാണ് ക്യൂ അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. ഇത് കേൾക്കുന്നതും ക്യൂ അമ്മയുടെ അടുത്തേക്ക് ഓടുവാണ്. അപ്പോഴേക്കും പീറ്റും അവിടെ എത്തുന്നുണ്ട്. എന്താ പറ്റിയതെന്ന് ക്രിസ് പായോട് ചോദിക്കുമ്പോൾ എല്ലാം നിന്റെ കൂട്ടുകാരൻ കാരണമാണെന്ന് അവൾ പീറ്റിനെ കുറ്റപ്പെടുത്തുവാണ്. ക്യൂ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നീ അങ്ങടിൻ്റെ കൂടെ തന്നെ നിൽക്കണം. സ്വന്തം അച്ഛനെ പോലെ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. എനിക്ക് വേണ്ടി നിനക്കത് ചെയ്യാൻ കഴിയില്ലേ എന്നവർ ചോദിക്കുമ്പോൾ പീറ്റിൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കാമെന്ന് ക്യൂ അമ്മയ്ക്ക് പ്രോമിസ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് പീറ്റിൻ്റെ അച്ഛന് നേരെ തിരിഞ്ഞ് ഞാൻ എൻ്റെ മകളെ നിങ്ങളെയാണ് ഏൽപ്പിക്കുന്നത്, അവളെ നിങ്ങൾ നന്നായി നോക്കണമെന്ന് പറയുമ്പോൾ ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാമെന്ന് അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ ക്യൂവിൻ്റെ അമ്മയ്ക്ക് സന്തോഷമാകുവാണ്. പീറ്റ് ഇതെല്ലാം കാണുമ്പോൾ അവൻ്റെ അമ്മയെയാണ് ഓർമ്മ വരുന്നത്. പെട്ടെന്ന് അമ്മയുടെ കണ്ണുകൾ അടയുന്നതും ക്യൂ അലറി കരയുവാണ്. പീറ്റിനത് കാണുമ്പോൾ ആകെ വിഷമമാകുന്നുണ്ട്. പെട്ടെന്ന് ക്യൂ അവനെ നോക്കുന്നതും അവിടെ നിൽക്കാൻ പറ്റാതെ പീറ്റ് അവിടെ നിന്നും പോകുവാണ്. സങ്കടത്തിൽ ക്യൂവും അവൻ്റെ പിറകെ തന്നെ പോകുന്നുണ്ട്. നിനക്കിപ്പോൾ സമാധാനമായില്ലേ? എൻ്റെ അമ്മ മരിച്ചത് നീ കാരണമാണ്. നീ ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ അമ്മ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമായിരുന്നു. നീയാ എൻ്റെ അമ്മയെ കൊന്നതെന്നൊക്കെ പറഞ്ഞ് ക്യൂ കരഞ്ഞുകൊണ്ട് പീറ്റിനെ അടിക്കുവാണ്. പീറ്റ് അവളെ ആശ്വസിപ്പിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് അതിനുള്ള അർഹതയില്ല എന്ന് തോന്നുന്നതും അവൻ്റെ കൈ എടുക്കുവാണ്. കരഞ്ഞ് കരഞ്ഞ് ക്യൂ നിലത്ത് വീഴുന്നുണ്ട്. അവൾ പീറ്റിൻ്റെ നെഞ്ചിൽ തലവെച്ച് കരയുന്നത് കാണുമ്പോൾ കുറ്റബോധം കണ്ട് പീറ്റ് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുവാണ്. ഓടിച്ചെന്ന് ക്യൂവിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. പീറ്റ് അവിടെ നിന്ന് നേരെ അവൻ്റെ അമ്മയുടെ കല്ലറയിലേക്കാണ് പോകുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. അമ്മയ്ക്ക് എന്നെ അറിയുന്നതല്ലേ എന്ന് ചോദിച്ച് പീറ്റ് അവിടെ ഇരുന്ന് കരയുവാണ്.
അവിടുന്ന് വിട്ടാൽ അടുത്ത സീനിൽ സംഭവിച്ചതിനെ കുറിച്ചെല്ലാം ക്രിസ് പറയുമ്പോഴും അസുഖമുള്ളവരൊക്കെ എങ്ങനെയായാലും മരിക്കും, അതിൽ പീറ്റിന് തെറ്റൊന്നുമില്ല എന്ന് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പോലും ചായ പീറ്റിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് കേൾക്കുമ്പോൾ ക്രിസിന് ദേഷ്യം വരുവാണ്. രോഗമുള്ളവരെല്ലാവരും മരിക്കും, പക്ഷെ അവരിങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കാനുള്ള കാരണം പീറ്റി ആണെന്നവൻ പറയുമ്പോൾ ചായ ക്രിസിനോട് ദേഷ്യപ്പെടുവാണ്. സ്വന്തം ഫ്രണ്ടിൻ്റെ കൂടെ നിൽക്കുന്നതിന് പകരം നീ അവരെയാണ് സപ്പോർട്ട് ചെയ്തതെന്ന് അവൾ ചോദിക്കുമ്പോൾ തെറ്റ് കണ്ടാൽ ഞാനത് തെറ്റാണെന്ന് തന്നെ പറയും, ആരുടെ ഭാഗത്താണ് ശരിയെന്ന് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ എന്നാണ് ക്രിസ് ഇതിന് അവളോട് മറുപടി പറയുന്നത്. എനിക്കതൊന്നും വിഷയമല്ല, നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പീറ്റിന്റെ സൈഡാണെന്ന് അവൾ പറയുന്നത് കേൾക്കുന്നതും ക്രിസിന് ഒന്നും കൂടി ദേഷ്യം വരുന്നുണ്ട്. ഇത് കാണുന്നതും നിങ്ങളിങ്ങനെ പരസ്പരം ഓരോന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, പീറ്റ് ആകെ തകർന്നിരിക്കുവാകും, അവനെ കുറിച്ച് അന്വേഷിക്കുക എന്ന് കഥ പറയുന്നതും അവർ രണ്ടുപേരും മിണ്ടാതിരിക്കുവാണ്. അവിടുന്ന് മാറിയാൽ അടുത്ത സീനിൽ പീറ്റ് വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛനവനെ അവിടെ കാത്തിരിക്കുവാകും. അവനെ കാണുന്നതും ക്യൂവിന്റെ അമ്മയുടെ ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യാൻ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ, എന്നിട്ടും നീ എന്താ വരാതിരുന്നതെന്ന് അച്ഛൻ അവനോട് ദേഷ്യപ്പെടുമ്പോൾ പീറ്റ് ഒന്നും മിണ്ടാതെ മുകളിലേക്ക് കയറി പോകുവാണ്. നീ നിന്റെ തെറ്റ് ഇതുവരെയും മനസ്സിലാക്കിയില്ലേ, നീ കാരണമാണ് ക്യൂവിന്റെ അമ്മ മരിച്ചത്, ആ കുറ്റബോധം പോലും നിനക്കില്ലേ എന്ന് അച്ഛൻ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ പീറ്റിന് ആകെ വിഷമമാകുന്നുണ്ട്. ഇങ്ങനെയെല്ലാം സംഭവിക്കണമെന്ന് ഞാനും ഒരിക്കലും ആഗ്രഹിച്ചതല്ല. നിങ്ങൾക്കെന്താ എന്നെ വായക്ക് പറയണോ എന്നാൽ വായക്ക് പറഞ്ഞേക്ക്, ഇനി തല്ലണമെന്നാണെങ്കിൽ തല്ലിക്കൊന്നേക്ക്, എന്നാലും നിങ്ങളുടെ കാമുകിക്ക് ജീവൻ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എന്നവൻ പറയുന്നത് കേൾക്കുമ്പോൾ അച്ഛന് ദേഷ്യം വരുവാണ്. ഇങ്ങനെയൊരു പിശാചിനെ പോലെ സംസാരിക്കാൻ നിനക്കെങ്ങനെ കഴിയുന്നു എന്ന് അച്ഛൻ ചോദിക്കുന്നതും നിങ്ങളാണെന്നെ അങ്ങനെ ആക്കിയതെന്ന് പറഞ്ഞ് പീറ്റ് ഒച്ചയിടുവാണ്. ഇത് കേൾക്കുന്നതും അച്ഛൻ അവനെ അടിക്കുവാണ്. അമ്മ വയ്യാതായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നിങ്ങൾ മീറ്റിങ്ങിലായിരുന്നുവെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്, പക്ഷെ നിങ്ങളുടെ കാമുകിക്ക് വയ്യാതായപ്പോൾ അവരുടെ അവസാന ശ്വാസം വരേക്കും നിങ്ങൾ അവരുടെ കൂടെ തന്നെ ഇരിക്കുമായിരുന്നു. നിങ്ങളെ ശരിക്കും ഞാൻ എന്താ വിളിക്കേണ്ടതെന്ന് അവൻ ചോദിക്കുമ്പോൾ അച്ഛൻ ഒന്നും പറയാതെ മിണ്ടാതെ നിൽക്കുവാണ്. നിങ്ങളെപ്പോലെ ഒരച്ഛൻ ഉള്ളതിനേക്കാളും നല്ലത് അച്ഛൻ ഇല്ലാതിരിക്കുന്നതാണെന്ന് കൂടി അവൻ പറയുന്നതും എന്നാൽ നിനക്ക് അച്ഛനില്ല എന്ന് വിചാരിച്ചേക്ക്, ചെയ്തതൊരു തെറ്റായി നിനക്ക് തോന്നുന്ന അന്ന് മാത്രം നീ ഈ വീട്ടിലേക്ക് ഇനി തിരിച്ചു വന്നാൽ മതി, അതുവരേക്കും എനിക്കിങ്ങനെ ഒരു മകനില്ല എന്ന് ഞാൻ വിചാരിച്ചോളാം, ഇറങ്ങിപ്പോയി ഇവിടുന്ന് എന്ന് പറഞ്ഞ് അച്ഛൻ പീറ്റിനെ വീട്ടിൽ നിന്നും പുറത്താക്കുവാണ്. നിങ്ങളുടെ മകള് അകത്ത് തന്നെ ഉണ്ടാകുമ്പോൾ ഇനി എൻ്റെ ആവശ്യമില്ലല്ലോ, ഇനി നിങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് പീറ്റ് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുവാണ്. ഇതെല്ലാം സ്റ്റെയർ കേസിൽ നിന്നുകൊണ്ട് ക്യൂവും കാണുന്നുണ്ട്. അവൾ ഉടനെ തന്നെ സൂട്ട് കേസ് എടുത്ത് അവളുടെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യുവാണ്. ഇത് കാണുന്നതും ടാങ് അപ്പോൾ തന്നെ പീറ്റിന്റെ അച്ഛനോട് പോയി പറയുന്നതും അദ്ദേഹം ക്യൂവിന്റെ റൂമിലേക്ക് വരുന്നുണ്ട്. അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീട്ടിൽ നിൽക്കാമെന്ന് സമ്മതിച്ചത്, ഇനി അതിന്റെ ആവശ്യമില്ല എന്നവൾ പറയുമ്പോൾ ടാങ് ക്യൂവിന്റെ ബാഗ് എടുത്തുകൊണ്ട് പോകുവാണ്. പീറ്റിന്റെ അച്ഛൻ അവളോട് പോകരുതെന്ന് പറയുമ്പോൾ ഞാൻ കാരണം ഇനിയും നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്, വീട്ടിൽ തിരിച്ചു വരണമെന്ന് അങ്കിളും ആഗ്രഹിക്കുന്നില്ലേ, ഞാൻ പോയാൽ അവൻ തിരിച്ചു വരുമെന്നാണ് ക്യൂ അയാളോട് പറയുന്നത്. നീ എൻ്റെ കൂടെ തന്നെ നിൽക്കുമെന്ന് മോൾ അമ്മയ്ക്ക് പ്രോമിസ് ചെയ്ത് കൊടുത്തതാണ്, നിന്നെ ഒരു കുറവും കൂടാതെ നോക്കിക്കോളാമെന്ന് ഞാൻ നിന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാണ്, അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും മോൾ ഇവിടെ നിൽക്കില്ല എന്ന് അയാൾ ചോദിക്കുമ്പോൾ മറ്റു നിവൃത്തിയില്ലാതെ ക്യൂവിന് സമ്മതിക്കേണ്ടി വരുവാണ്. പീറ്റ് പുറത്തെത്തുന്നതും ചായ അവന് കോൾ ചെയ്യുന്നുണ്ട്. പീറ്റ് കോൾ എടുത്ത് അവൻ എവിടെയാണെന്ന് അവളോട് പറഞ്ഞു കൊടുക്കുന്നതും ചായ പീറ്റിന്റെ അടുത്തേക്ക് പോകുവാണ്. കാതയും ക്രിസും അവളോടൊപ്പം പോകാൻ നിൽക്കുന്നുണ്ടെങ്കിലും എന്നോട് ഒറ്റയ്ക്ക് വരാനാണ് പീറ്റ് പറഞ്ഞതെന്ന് നുണ പറഞ്ഞ് ചായ അവിടെ നിന്നും പോകുവാണ്. പീറ്റ് ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ചായ അവൻ്റെ അടുത്തേക്ക് വരുന്നത്. അച്ഛൻ വീട്ടിൽ നിന്നും പുറത്താക്കിയ കാര്യമെല്ലാം പറയുമ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് വാങ്ങിയൊരു വീടുണ്ട്, നിനക്ക് തൽക്കാലം അവിടെ താമസിക്കാം, എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാമല്ലോ എന്നവൾ പറയുമ്പോൾ പീറ്റ് ഓക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ കൈ പിടിച്ച് നിനക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ചായ അവനെ ആശ്വസിപ്പിക്കുവാണ്. ഫ്യൂണറലൊക്കെ കഴിഞ്ഞ് ക്യൂ അമ്മയുടെ ഫോട്ടോ കെട്ടിപ്പിടിച്ച് കരയുന്നതാണ് അടുത്ത സീനിൽ കാണിക്കുന്നത്. പീറ്റ് ഇത് കാണുന്നതും അവളുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അവന്റെ അച്ഛൻ വന്ന് ക്യൂവിനെ ആശ്വസിപ്പിക്കുന്നത് കാണുമ്പോൾ അവന് ദേഷ്യം വരുവാണ്. വീട്ടിലാരും ഇല്ലാത്തത് കൊണ്ട് അവൻ വേഗം വീട്ടിൽ കയറി അവന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുവാണ്. അതിനിടയിൽ ക്യൂവിന് കൊടുത്ത കർച്ചീഫ് എടുത്തു വെച്ച ബോക്സ് അവൻ കാണുന്നുണ്ട്. അത് തുറന്നു നോക്കുമ്പോൾ കർച്ചീഫിനൊപ്പം അച്ഛൻ കൊടുത്ത നെക്ലേസും അവൻ എടുത്തു വെച്ചിട്ടുണ്ടാകും. അന്ന് അവൻ അത് എടുക്കാതെ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിലും തിരിച്ചു വന്ന് ആ നെക്ലേസ് അവൻ എടുക്കുന്നുണ്ട്.
ബാഗ് എടുത്ത് പീറ്റ് പോകുമ്പോഴാണ് ഫ്യൂണറലൊക്കെ കഴിഞ്ഞ് അച്ഛനും ക്യൂവും തിരിച്ചെത്തുന്നത്. അവരെ കാണുന്നതും പീറ്റ് അവിടെ മാറി നിൽക്കുവാണ്. അച്ഛനകത്തേക്ക് പോകുമ്പോൾ പീറ്റിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ എന്ന് അസിസ്റ്റന്റ് ചോദിക്കുമ്പോൾ കയ്യിലുള്ള പണം കഴിയുമ്പോൾ അവൻ താനെ തിരിച്ചു വന്നോളും എന്നാണ് അച്ഛൻ അസിസ്റ്റന്റിനോട് പറയുന്നത്. എന്നാലും അവൻ സാറിന്റെ മകനല്ലേ, എവിടെ പോയി എന്നെങ്കിലും അന്വേഷിക്കണ്ടേ എന്ന് അസിസ്റ്റന്റ് വീണ്ടും ചോദിക്കുന്നുണ്ടെങ്കിലും ഞാൻ മരിച്ചെന്നറിഞ്ഞാൽ പോലും ഇനി ഇവിടേക്ക് തിരിച്ചു വരില്ല എന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെ ഒരുത്തനെ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരണമെന്നാണോ നീ പറയുന്നത്? അവന് തോന്നിയതുപോലെ ചെയ്യട്ടെ എന്നാണ് അച്ഛൻ അസിസ്റ്റന്റിനോട് പറയുന്നത്. വാതിലിന് പുറകെ മാറി നിൽക്കുന്ന നമ്മുടെ പീറ്റ് ഇതെല്ലാം കേൾക്കുന്നതും അവനാകെ സങ്കടമാകുന്നുണ്ട്. പീറ്റ് ആണെങ്കിൽ സ്കൂളിലേക്കൊന്നും പോകാതെ കുറച്ച് ദിവസമായി ചായയുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് അവനുള്ള ഫുഡും നോട്ട്സും എല്ലാം ചായ അവന് കൊണ്ടുവന്ന് കൊടുക്കുവാണ്. എന്നാൽ അവനിനി പഠിക്കുന്നില്ല എന്നാണ് പീറ്റ് അവളോട് പറയുന്നത്. അച്ഛൻ്റെ ബിസിനസ് ഏറ്റെടുത്ത് നടത്താനാണ് ഞാൻ ഇതുവരെയും പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പീറ്റ് അവളോട് പറയുന്നത് കേൾക്കുമ്പോൾ എന്നാൽ നിനക്കിഷ്ടമുള്ള മറ്റെന്തെങ്കിലും പഠിക്കാൻ നോക്കുക എന്ന് ചായ പറയുന്നുണ്ടെങ്കിലും എനിക്കിപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാൽ മതിയെന്നാണ് പീറ്റ് അവളോട് പറയുന്നത്. എന്നാൽ അബ്രോഡ് എവിടെയെങ്കിലും പോകാം, നീ എവിടെ പോയാലും ഞാനും കൂടെ ഉണ്ടാകുമെന്ന് അവൾ പറയുമ്പോഴാണ് അബ്രോഡ് പോയാലോ എന്ന ഐഡിയ അവനും തോന്നുന്നത്. അതാകുമ്പോൾ അച്ഛനെ എത്ര അന്വേഷിച്ചാലും അവനെ കണ്ടെത്താനാകില്ലല്ലോ. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഒരു ആൻസർ കൂടി കിട്ടാനുണ്ടെന്ന് പീറ്റ് അവളോട് പറയുവാണ്. അതെന്താണെന്ന് ചായ ചോദിക്കുന്നുണ്ടെങ്കിലും എനിക്ക് നന്നായി വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവൻ ആ ടോപ്പിക്ക് മാറ്റുവാണ്. ഇതേ സമയം പീറ്റിൻ്റെ അച്ഛൻ അവനോട് ദേഷ്യപ്പെട്ടതൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുവാണ്. അവൻ്റെ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അവൻ്റെ സാധനങ്ങളൊന്നും തന്നെ കാണാനുണ്ടാകില്ല. ഇത് കാണുമ്പോൾ അച്ഛനാകെ പേടിയാകുന്നുണ്ട്. അയാൾ ഉടനെ തന്നെ അസിസ്റ്റന്റിനെ വിളിച്ച് പീറ്റ് എവിടെയാ പോയതെന്ന് അന്വേഷിക്കാൻ പറയുവാണ്. പീറ്റിൻ്റെ അസിസ്റ്റന്റ് ക്രിസിനോടും കാതയോടും അവനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവൻ എവിടെയാണെന്ന് അറിയില്ല എന്നാണ് ക്രിസ് അയാളോട് പറയുന്നത്. അസിസ്റ്റന്റ് പോകുന്നതും പീറ്റ് ചായയുടെ കൂടെയല്ലേ, പിന്നെ നീ എന്തിനാ അയാളോട് നുണ പറഞ്ഞതെന്ന് കാത അവനോട് ചോദിക്കുന്നുണ്ട്. അവൻ്റെ അച്ഛൻ വിളിച്ചാലും അവൻ കൂടെ പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവന് തോന്നുമ്പോൾ അവൻ തന്നെത്താൻ പോയിക്കോളുമെന്നാണ് ക്രിസ് കാതയോട് പറയുന്നത്. അടുത്ത സീനിൽ പീറ്റ് ആ നെക്ലേസ് നോക്കി ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പെട്ടെന്ന് അവൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരുന്നതും അവൻ ആ നെക്ലേസ് എറിയാൻ നിൽക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ടതിനെ കഴിയുന്നില്ല. അവിടുന്ന് വിട്ടാൽ പീറ്റിന്റെ അച്ഛൻ ഓഫീസിൽ ക്യൂവിന്റെ അമ്മയെ പ്രേമിച്ചിരുന്ന സമയത്തെ ഫോട്ടോസ് എല്ലാം എടുത്ത് നോക്കുവാണ്. ക്യൂവിന്റെ അമ്മയെ വിവാഹം ചെയ്യാൻ നിന്ന സമയത്താണ് അയാളുടെ അച്ഛൻ അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്നത്. അതറിയുമ്പോൾ തന്നെ അദ്ദേഹം മറ്റൊരു പെൺകുട്ടിയുമായി പീറ്റിന്റെ അച്ഛൻ്റെ വിവാഹം ഉറപ്പിക്കുവാണ്. സമ്മതിച്ചില്ലെങ്കിൽ ക്യൂവിന്റെ അമ്മയെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ മറ്റു വഴികളില്ലാതെയാണ് അയാൾ പീറ്റിന്റെ അമ്മയെ വിവാഹം കഴിക്കുന്നത്. കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ പീറ്റിന്റെ അമ്മയെ ഒറ്റയ്ക്ക് വിട്ട് അച്ഛൻ ക്യൂവിന്റെ അമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിലും അവര് വാതിൽ തുറന്ന് കൊടുക്കുന്നില്ല. അദ്ദേഹം ഇതെല്ലാം ആലോചിച്ച് പീറ്റിന്റെ ഫോട്ടോയിൽ നോക്കി സായെ നഷ്ടപ്പെടുത്തിയതുപോലെ ഞാൻ നിന്നെയും നഷ്ടപ്പെടുത്തില്ല എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുവാണ്.